പറയില്ലേ നമ്മള് ആകെ ഏഞ്ചൽ അതിലാ നായകന് വരുന്നിട്ടാ സണ്ണി വെയിനും പിന്നെ ഒരു കല്യാണൊക്കെ പെണ്ണാണെന്ന് നടക്കൂല്ലേ കൊറേ പെണ്ണാണെന്നിട്ട് ഇവര് സണ്ണി വെയിനും എല്ലാരും ഇഷ്ടം. അതില് ഇതൊരു ചാപ്റ്റർ ആയിട്ടുണ്ട് പടം. അതാണ് കുട്ടി കറക്റ്റ്. അതില് ബസ് പറയില്ലേ അതെ ചേട്ടാ തിരുവാണം പോയാ ആ ഒരു കോമഡി ചെറിയ കോമഡി വെക്കാതെ പായോ എനിക്ക് നമ്മുടെ വ്ളോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. വാ വായോ എണീക്കണം വാ. തിരുവാണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒന്നുകൂടെ വാ എനിക്ക് വാ. ഹായ് കാല് കണ്ടെന്നു അച്ഛന്റെ ലൂക്കി കൊട്ടു. പറയേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് തൃശ്ശൂർക്ക് പോകുന്ന യാത്രയാണ് കേട്ടോ. ഇന്നത്തെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി നോക്കട്ടെ. ഉറപ്പൊന്നുമില്ല. ഫുൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഭയം ഉണ്ടമ്പടി എടുത്തേക്ക്. അപ്പൊ നമ്മള് മണ്ണുത്തിയിലേക്ക് പോണം. നമുക്ക് കുറച്ച് ഇന്നലെ പിന്നെ ഞങ്ങളുടെ ഒരു വീഡിയോയുടെ ഇടയിൽ ഒരു ആള് കമന്റ് ചെയ്ത് കൊടുക്കണേ. ഒരു കുട്ടിയിട്ട് ഞാൻ പേര് ഞാൻ മറന്നുപോയി. അല്ല പറഞ്ഞെടുക്കണേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഭയങ്കര ലക്കി ആയിട്ടുള്ള ലൈഫാണ് ചേച്ചിയുടെ. അല്ല അത് ഞാനല്ലേ പറയട്ടത്, അങ്ങനെയല്ലാന്നുള്ള കാര്യ. നിങ്ങളെ കാണണ ഒന്നുമല്ല ഗൈസ്, സത്യം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, നിങ്ങൾ കാണുന്നത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാട്ടാ. നിങ്ങൾ കാണുന്നത് വീഡിയോയില് വെറും ഒരു അരമണിക്കൂർ, അതുപോലും ഞാൻ തികച്ചിടാറില്ലേ. കഷ്ടിയം നല്ലൊരു 15 അല്ലെങ്കിൽ 17, 20, 25 അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ മാക്സിമം ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ കാണുന്നത്. അതിൽ നമ്മൾ കാണിക്കുന്നത് ആകെ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അല്ലെ, ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാം, ഞാൻ ഏട്ടനും കൂടെ തല്ലാണ് കേട്ടാ. 24 മണിക്കൂർ തല്ലോട്ടെന്നല്ല പറയണത്. കാരണം ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നന്നായിട്ടുള്ള ടീമാണ്. പണ്ടത്തെ പോലെ ഭർത്താവ് പറയുന്നത് മാത്രം അനുസരിച്ച് ഭർത്താവ് പറയുന്നത് മാത്രമാണ്. നിങ്ങൾ മലക്കാണോ പോണേ? ഭർത്താവ് മാത്രം പറഞ്ഞതനുസരിച്ച് അങ്ങനെ ഇങ്ങനെ തൊഴുതു കൂപ്പി നിക്കണം. ഞാൻ പറയല്ലേ അത്. അപ്പൊ അങ്ങനത്തെ ഭാര്യൊന്നല്ല ഞാന്. എനിക്ക് നന്നായിട്ട് അഭിപ്രായങ്ങളുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും. അത് എന്നെ ഇഷ്ടാവില്ല. അവിടെ നിന്ന് അവിടെ പിടിക്കുവാടി. ഇന്നലെ പോലും പൂരത്തല്ലായിരുന്നു ഞങ്ങള്. കാറിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, അതായത് വണ്ടി ഓടിക്കുമ്പോ ആളുണ്ട് വണ്ടി ഇങ്ങനെ ആക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തുട്ട കാണിക്കണേന്ന് ചോദിച്ചപ്പോ എന്നാ നീ ഓടിക്കുന്ന പറഞ്ഞ് കാറ് നിർത്തി സൈഡാക്കിട്ട് ഇറങ്ങി വന്ന് ഞാൻ സിമ്പിളായിട്ട് ഞാൻ താക്കോലെടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ സിമ്പിളായിട്ട് കാറിന്ന് ഇറങ്ങിപ്പോയി. ആള് പിന്നാലെ കാറും കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് നടക്കണ ഒരു കലാപരിപാടിയാണ്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഫാമിലി ലൈഫ് പൂർണ്ണമായിട്ടും സന്തോഷമുള്ള ഒരു ലൈഫാണ്. ഞങ്ങള് ഗൾഫിലുള്ളപ്പോഴുണ്ട്. ഏട്ടൻ ഗൾഫിലാണെങ്കിൽ തല്ലൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്താണ് അത് കൂടിയിട്ടുള്ളത്. മറ്റേത് 1-2 ദിവസം നിർത്തുമ്പോഴൊക്കെ നമ്മൾ തല്ലൂട്ടം നിർത്താറുണ്ട്. ഇപ്രാവശ്യം തല്ലൂടിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മിണ്ടിയത്? ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടല്ലേ മിണ്ടിയത്? ചെറുനായിട്ട് മുന്നേ അത്ര ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ മുട്ടി ഒരു 5-6 ദിവസമൊക്കെ ആയിട്ടുണ്ട്. മാക്സിമം ഒന്നല്ല കേട്ടോ. അത് ആദ്യം 3 ദിവസമൊക്കെ മാക്സിമം ആയിരുന്നു. ഇപ്പൊ അളവ് കൂടിയിട്ട് 5-6 ദിവസത്തെ വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കയറി മിണ്ടാൻ പോവാറില്ല. മൂപ്പർക്ക് തന്നെ ആവശ്യങ്ങൾ വരും. ഓരോരോ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ. സത്യം പറയാണ്ടല്ലോ, ഈ നാട്ടിലത്തെ ഒരു പൂട്ടും അറിയില്ല എന്റെ ഭർത്താവിന്. ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഞാൻ വേണം. അതുകൊണ്ട് എനിക്ക് അറിയാം തല്ലൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങടെ വരുമെന്ന് എനിക്ക് അറിയാം. മനസ്സിലായോ? പോയിട്ട് എന്താ കാര്യമായിട്ട് ഒരു സാധനം കഴിക്കാൻ പറ്റില്ല.
അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആരും തെറ്റിദ്ധരിക്കേണ്ട, ചേച്ചിയുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് വുമൺ, ഭയങ്കര ലക്കി വുമൺ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്റെ ഭർത്താവ് തനി കൂതറയാണ്. ഞാനും കൂതറാണ്. ഞാനും അങ്ങനെ കുക്കുറിയാവുമ്പോ ഞാൻ അതിന്റെ കുക്കുറിയാവും. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ കൊണ്ടും കൊടുത്ത് മറ്റേ കീരും മാപും പോലെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അല്ലാണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല. തല്ലുടനെ ഒരു കുറവില്ലാത്ത ഒരു ടീമാണ് ഞങ്ങൾ രണ്ടുപേരും. നിർത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പറയാൻ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത്. നിങ്ങൾക്കിത് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ അത്ര വലിയ ഭംഗിയായിട്ട് തോന്നില്ല, പക്ഷെ ബസ്സിലൊക്കെ ഇരുന്ന് പോകുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. ഞാൻ ഈ പാടാണിത്, ഇതിന് രണ്ട് ഭാഗത്തും നിറയെ പാടാണ്. അതിങ്ങനെ വിശാലമായി നമുക്ക് കണ്ണെത്താ ദൂരത്തോളം നീണ്ട് പരന്നിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ വാസ്തവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു കനാലും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, പ്രത്യേക ഒരു ഭംഗിന്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, മൂന്നാംകല്ലിൽ. അത് മരങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിന്നും ഒരു റോട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ട് ഒരു കവാടം പോലെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കണോണ്ട് അതൊക്കെ മുറിച്ചു പോയി കേട്ടോ മരങ്ങളൊക്കെ. നമ്മൾ കാലത്ത് നേരത്തോടെ പോകുന്നതാണ് കേട്ടോ മണ്ണുത്തിയിലേക്ക്. കാരണം 10 മണിയാകുമ്പോൾ അത് ഓപ്പൺ ആക്കും. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് എത്തുന്ന രീതിയിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1-1.25 മണിക്കൂർ ഉണ്ട് കേട്ടോ ദൂരം. നമ്മൾ തീരദേശവാസികളല്ലേ, പ്രോപ്പർ നമ്മൾ കടപ്പുറത്തല്ല എങ്കിൽ കൂടിയിട്ട്, അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കടലിലേക്കുള്ളത് 2 കിലോമീറ്റർ ദൂരമാണ്. നമ്മൾ ഹൈവേയിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ആ ഒരു എന്താ പറയുക, തീരദേശവും പിന്നെ മലമ്പ്രദേശവും ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് മലയ്ക്ക് പോണേക്കാട്ടും മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്, പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ മണ്ണുത്തിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മണ്ണുത്തിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഏട്ടൻ വീണ്ടും പാഴ്സലായിട്ട് പഴംപൊരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണ് വാങ്ങിച്ചതെന്ന് അങ്ങേർക്ക് തന്നെ അറിയുള്ളൂ. അവസാനം മൂപ്പരാൾ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വന്നു. അതും ഇതൊക്കെ ആയിട്ട് പിള്ളേരിരുന്ന് കഴിച്ചു. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ കാറിലിരുന്നിട്ട് ചേച്ചി അനിയത്തിയും കൂടിയിട്ട് അടി പൊട്ടി. പിന്നെ കഴിക്കലും ഒന്നും ഉണ്ടാവില്ലല്ലോ, അടി പൊട്ടിയതാണ്. വേറെ സ്ഥലം ഇനി എല്ലാ ടൈപ്പിലുള്ള മാങ്ങ. എന്തുട്ടത്? എന്തുട്ട? സർവസുഗന്ധി. അതെന്ത് സാധനം? നമ്മള് ചിക്കനിലൊക്കെ ഇടുന്നത്. ചിക്കനില എല്ലാം നമ്മള് ഇതിന് പകരമായിട്ട് വെക്കുന്നതാണ്. ഫോഴ്സ് ആൻഡ് പ്രഷർ എടുത്തോ, ആവശ്യം വരും അമ്മ. വെറ്റില നല്ലതല്ലേ, മരുന്നല്ലേ. നീപ്പ ഇവിടെ കൊറേ ചെടികളുണ്ട്. വെറ്റിലെടുക്കണ്ടോ? ഫ്രൂട്ട്സ് ഒന്നുമില്ല. ആടലോടകം രണ്ടാമത്തെ ചെടിയായിട്ടാ. വേറൊന്നും കൂടി എടുത്തുണ്ടേ. അയ്യോ, നമ്മുടെ വീട്ടിലുള്ള സാധനം അതല്ല നഖം. ഇതൊക്കെയും പുല്ലല്ലേ. എന്തുട്ടാ? പാഷൻ ഫ്രൂട്ട് വലുതെടുക്കണേ, വലിയതായി എടുക്കണേ. ചെറുത് കഴിച്ചിട്ടുണ്ട്.
റെഡ്. ആ വേണ്ട, അതൊരു സുഖമില്ല, വേറെ എടുക്ക്. ഇലകളുള്ളത്. ഈ പേര് ഇത്രയാണ്. അത് വലുതെടുക്കണം. ഞാൻ സെലക്ട്. പേരക്കായ എന്നെ മുത്താക്കണം എന്നാ. എന്തുട്ടാ? ചോപ്പ കളറാവും അല്ലേ? എന്തുട്ടാ? ആ കാര്യമില്ല. ഏയ് വലുതെടുക്ക്. ഒരു വേറെ അച്ഛൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. ഇത് രണ്ടെണ്ണം എടുത്തോ. അമ്മ ഇതൊക്കെ മാവല്ലേ? ഇതെടുത്തു പിടിക്കണോ? അമ്മ ഇത് നോക്ക്, ഇത് നോക്ക്. നമ്മുടെ വീട്ടില് ഇഷ്ടമുള്ള സാധനം. കോളമ്പം വാങ്ങിട്ട് പൊട്ടി. മതിയമ്മ വേറെ സ്ഥലത്ത് പോവാ. ഞാനത് കട്ട് ചെയ്യാണ്ട് ഇടയത്തത് എന്താണെന്ന് വെച്ചാലേ, ഇവിടെ വന്നിട്ട് ഈ ചെടികളെ പേരൊക്കെ ചേച്ചീനോട് ചോദിച്ചപ്പോൾ എനിക്കറിയണില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. കാരണം നമുക്ക് എടുക്കണ നേരത്തെ ഇതൊക്കെ നമ്മൾ കണ്ട് നമുക്കത് ആവശ്യമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന സംഭവങ്ങളാണ്. വിചാരിച്ചിട്ടല്ല, ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ, ഈ വാങ്ങിച്ച സാധനം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്യാണ്ട് എടുത്തത് കേട്ടോ. ഈ ഞാവലൊക്കെ കണ്ടിട്ട് സാധാ ഞാവലല്ല, അതെന്ത് വേറെ പ്രത്യേകതയുള്ള ഞാവലാണ് കേട്ടോ. സാധാ ഞാവലൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, അതുകൊണ്ട് എടുത്തതാണ് ഞാൻ. പക്ഷേ ആക്ച്വലി ഇവിടെ വന്നിട്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ അത് ഞാവലായിരുന്നു അല്ലേ. ഞാനത് കുഴിച്ചിട്ടുള്ളത് എന്നിട്ടില്ലാന്നറിയോ, ചെടിച്ചട്ടിയിലാണ് കേട്ടോ. കാരണം എനിക്ക് ഓർമ്മയില്ല അതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മൾ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മണ്ണുത്തി നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുറേ വിത്തുകളുടെ സെക്ഷൻ ഉണ്ട്, നല്ല എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആകെ ഒരു 3 പാക്കറ്റ് വിത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഈ പടവലം, വെള്ളരിക്ക, കക്കരിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അത് നമുക്ക് വേണ്ട. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇനി പന്തൽ കെട്ടി ഉയർത്തണമെന്ന് വെച്ചാൽ ഞാൻ സുബ്രാറ്റിനെ വിളിക്കേണ്ടി വരും.
സുബ്രേട്ടൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എവിടെ ലാഭിക്കണോ അതൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. കാരണം ആൾ നല്ല രീതിയിലൊക്കെ ചെയ്തു തരും. പക്ഷെ ഭയങ്കര സ്ലോ ആണ്, കാരണം ഓൾറെഡി വയസ്സൊക്കെ ആയില്ലേ. പിന്നെ ഹിന്ദിക്കാരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ABCD അറിയാൻ വഴിയില്ല. അങ്ങനെ നമ്മുടെ കുക്കുറുവിന് ഒരു ചെറിയൊരു പണിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളത് അടുത്ത നഴ്സറിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് കഴിഞ്ഞ വട്ടം വന്നിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള എല്ലാ ചെടികളും എടുത്തിട്ടുണ്ടാകുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് പോയത്. അതായത് മണ്ണുത്തിയിൽ പല ഫാമുകളുണ്ട്. റോഡ് സൈഡിലുള്ള ഫാമിൽ നിന്ന് നമ്മൾ ഒരിക്കലും ചെടി വാങ്ങിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ അവിടെ നിന്ന്, അതായത് അറിയാതെയാണ് നമ്മൾ ആദ്യം ഈ ഒരു നഴ്സറിയുടെ കാര്യമില്ല കേട്ടോ, വേറൊരു നഴ്സറിയിൽ കയറിയത് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുമ്പോൾ. അവിടുത്തെ ഭയങ്കര റേറ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പിന്നെ കയറി വന്നപ്പോഴാണ് മനസ്സിലായത്, അതായത് ഉള്ളിലേക്ക് വരുമ്പോൾ റേറ്റ് കുറവാണെന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും മണ്ണുത്തിയിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളിലേക്കുള്ള വഴികളിലൂടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ നഴ്സറികളാണ്, അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ അത്രയ്ക്കൊന്നും ഇല്ല. കാറിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് പതപ്പിച്ചിട്ട് വരല്. ആര് പതപ്പിച്ചിട്ട് വരുന്നു? അച്ഛൻ. പക്ഷെ എന്നാലും നമ്മള് കുരുവിന് വേണ്ടി തല്ലുടിയില്ലേ? കുരു എന്തൊരു കഷ്ട കുരു. അത് അറബിക്കില് എത്ര 43 മാർക്ക്. എന്തുകൊണ്ട് അത്രയ്ക്കൊന്നും ഇല്ല. ഞങ്ങൾ തല്ലുടി, ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആവും. ഇപ്പൊ തന്നെ ഞങ്ങള് ഫ്രണ്ട്സ് ആയ. ഫ്രണ്ട്സ് ആയി. നിങ്ങൾ ഇപ്പോൾ അവിടെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ സാധനങ്ങളൊക്കെ അതുകൊണ്ടല്ല നിങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോ ഒട്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോ ചൂടെടുത്തിട്ടാണ്. അല്ലല്ല, ചൂടെടുത്തിട്ടൊന്നല്ല. ഇതിൽ കൂടെ ഒന്നുണ്ടോ? അതിൽ കൂടെ അങ്ങോട്ട് ഇരിക്കാണ്ട് ഇപ്പൊ പോയി ചേച്ചെടുത്ത് പോയിരിക്കുന്നു. പെണ്ണേന്നൊക്കെ ഇത്ര നേരം വിളിച്ചാണ്. കരുകൂട്ടിന്നല്ലേ ബാക്കി ചിലവര് ഡോർ ഓർക്ക വണ്ടി മറിച്ചു ഡ്രൈവ് ചെയ്തോ എന്റെ കാറല്ലേ ഇത്. കഷ്ടപ്പെട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച കാറാണ്. അതിന്റെ ഇടയില് കാറിറങ്ങിയപ്പോ ഓരോരുത്തർ അതിന്റെ പിന്നാലെ ഇറങ്ങി ഓടാൻ നിൽക്കുന്നത്. ഞങ്ങൾ തല്ലുപിടിയായിരുന്നു. നിങ്ങൾക്ക് എന്താ വിഷയം? ഓടി പോണ്. ഏട്ടാ നല്ല ഭരണി ഏട്ടാ. സ്റ്റോപ്പ് ചെയ്യോ? സാധനം വെച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും രണ്ടുപേരും അവിടെ ഇരിക്കണേ കേട്ടാ. അതുകൊണ്ടല്ല നിങ്ങൾ ഇപ്പോഴും ശത്രുക്കളുടെ കരുവിന്റെ പ്രശ്നം കരു വെച്ച് കളിക്കാൻ പറ്റും. അതെ അതെ. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഒരുമിച്ച് കളിച്ചിട്ട് അപ്പൊ തല്ലിടും. 5 മിനിറ്റ് കളിച്ചു വെക്കാൻ നിങ്ങൾ അപ്പൊ തല്ലിടും. ഹലോ ഞങ്ങൾക്ക് 5 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റ് മതി തല്ലൂടാ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ തല്ലൂടും. നീ ഓടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തല്ലൂടാ. ഒരു കാര്യം പറഞ്ഞത് ചെറിയ കാര്യം വലിയ കാര്യമാക്കിയിട്ട് തല്ലൂടും. എന്നിട്ട് രണ്ടുപേരും 2 റൂമിൽ ഒന്നും പൂട്ടിയിടും. അത് 2 മിനിറ്റ് അല്ലേ? 2 മിനിറ്റ്. അതെ, ചിലര് അടുക്കളയിൽ പോയിട്ട് ഞാൻ അവിടെ കിടന്നോളാം, എന്റെ സ്ഥലം അവിടെയാണ്. അതെ, ഞാൻ തയ്ച്ചോളാം എന്റെ ഡ്രസ്സ്. ഇത്ര നാളെ ഞാനല്ലേ തയ്ച്ചോളെ. അതാ പിന്നെ എനിക്കറിയാം തയ്ക്കാൻ. പെട്രോൾ അടിക്കുക വലിയ വളിപ്പടിക്കണ്ടേ? ഒരു വളിപ്പടിച്ച് നടക്കാം. വളിപ്പിന്റെ ഉസ്താദുകൾ പിള്ളേരെ എന്തൊക്കെ നോട്ട് ചെയ്തെന്ന് സരിച്ചാ അപ്പുറത്തേക്ക് എടുത്താ. അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ ഒരു ലക്കി ലൈഫിൻ്റെ ഏകദേശം ഒരു രൂപം. ഞാൻ പറഞ്ഞിട്ട് നന്നായിട്ടത് പിള്ളേർ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇത് സാധാരണ എല്ലാ വീട്ടിലും ചട്ടിയും കാലാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ. എന്താ വെച്ചിട്ട് എൻ്റെ ലൈഫ് പൂർണ്ണമായിട്ടും ഒരു പൊട്ട ലൈഫാണ്, പരാജയമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാ വീടുകളിലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വീടാണ് നമ്മുടെ. ഇതിപ്പോൾ തന്നെ ഒരു ചെക്കനെ ബൈക്കം വന്ന് പോകുമ്പോൾ തെറിച്ച് പോയതാട്ടാ ഫോണ്. നമുക്ക്
നമുക്കത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. നമ്മുടെ ഫ്രണ്ടിൽ പോയതാണ്, പക്ഷെ അവൻ പറപ്പിച്ച് പോയ കാരണം നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ ചേട്ടാ? പോലീസിൻ്റെ കൊടുത്താൽ മതി അല്ലേ? റൗണ്ടിൽ വല്ല പോലീസുകാരുണ്ടാവും. നമ്മളിപ്പോൾ തൃശ്ശൂർ കിഴക്കേ കോട്ടയിലാണ് കേട്ടോ. അത് കൊടുത്തിട്ട് പോവാം നമുക്ക്. ഏട്ടൻ കൊടുത്താൽ മതി, ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഫോണൊക്കെ സൂക്ഷിച്ചു പിടിക്കട്ടാ. ഞങ്ങള് തൊട്ട് ബാക്കിലുണ്ടായിരുന്നു, അപ്പോഴേക്ക് ഇയാള് വേഗം പോയി. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ പൊട്ടീന്ന് തോന്നണു, നമ്മൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ആ കുട്ടി വിളിച്ചു കേട്ടോ ഫോണിലേക്ക്. അപ്പൊ പിന്നെ അവന്റെ കയ്യിൽ തന്നെ കൊടുത്തു. പോലീസുകാർ നമ്മൾ റൗണ്ടിൽ നോക്കിയിട്ട് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇതിനിടയ്ക്ക് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂനും പായുനും. ഇത് നമ്മുടെ ശക്തൻ മാർക്കറ്റാണ്, പച്ചക്കറി മാർക്കറ്റില്ലേ, അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെയായിട്ട് ഇങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്, ഈ പെറ്റ്സിനെയൊക്കെ വിൽക്കണതൊക്കെ, വിൽക്കലും കൊടുക്കലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ പായും അമ്മൂലിനൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നതാണ് കേട്ടോ. ഞാൻ പണ്ട് എപ്പോഴോ വന്നിട്ടുള്ളതാണ് ഈ പച്ചക്കറി മാർക്കറ്റിലേക്ക്. കാരണം ഞാൻ ഇവിടെയാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഒപ്റ്റോമെട്രി പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. വാങ്ങിയിട്ട് പോകാൻ എളുപ്പമൊന്നുമല്ല, കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന നേരത്ത് ഭയങ്കര തിരക്കായിരിക്കും. എങ്ങാനും ഞങ്ങളെല്ലാവരും കൂടെ നടക്കണ സമയത്താണ് ഇതുപോലെ പച്ചക്കറിയൊക്കെ കാണുകയാണെങ്കിൽ അത് റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങിയിട്ട് പോകാറുണ്ട് കേട്ടോ. വളരെ റെയറായിട്ടുള്ള സംഭവമാണ്, എന്നാലും വാങ്ങിയിട്ടൊക്കെ ഉണ്ട് എപ്പോഴെങ്കിലും. പക്ഷെ അവിടേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒടുക്കത്തെ തിരക്കാണേ. പിന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ വിത്തുണ്ട് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ കുറച്ച് ചെടികൾ വാങ്ങിച്ചതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അതൊരു 3-4 ജനം എടുത്തോ. ഞാൻ എന്തോന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ടേ ഒന്ന് കുഴിച്ചിടാൻ പറഞ്ഞപ്പോൾ ഇപ്പം കാറ് കഴുകാൻ നിൽക്കണ്, മടിയം കുഞ്ചു. ഏട്ടാ വരുന്നുണ്ടാ? അതവിടെ ഇരുന്നോട്ടെ. മോട്ടറൊന്നും ഓഫാക്കില്ല, അതാ ചെടിക്ക് വെച്ച് കൊടുക്ക്. ഞാൻ അത് വെച്ച് എടുത്തിട്ടല്ലേ ഇപ്പം നനയ്ക്കായിരിക്കുന്നത്. അവിടെ വെച്ച് കൊടുത്ത് വാടിക്കുന്നുണ്ടില്ലേ, നനയ്ക്കാറായി തുടങ്ങി. അപ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ നമ്മുടെ മോട്ടർ ശരിയാക്കി തന്നിട്ടില്ല, നനയ്ക്കണത്. അതവിടെ വെച്ച് കൊടുത്തോ? നിങ്ങൾക്ക് പറ്റണില്ല, അപ്പം എനിക്ക് പറ്റുമോ? കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാ. അയ്യോ ഒരു കോഴി കുഴിച്ചിട്ടില്ല, അപ്പോഴേക്കും പറ്റില്ല. എന്നാ ഓക്കെ സെറ്റ്. ഓക്കെ എന്തൂട്ടേട്ടാ ഇങ്ങനെ മടിയനാവല്ലേട്ടാ? ആഞ്ഞു വീശടാ ഇല്ലേസാ. സ്വാമിമാര് പണിയെടുക്കണം, എല്ലും മുറിയെ പണിയെടുത്തിട്ട് വേണം സ്വാമിമാര് മലയ്ക്ക് പോകാനാണ് ശാസ്ത്രം പറയണത്. നിക്കണ നിപ്പ് കണ്ടാണ്ടല്ല 10 കുഴി തോട്ടിയ പോലെ ഉണ്ട്, ഒരു കുഴി പോലും തോണ്ടിയിട്ടില്ല ഏട്ടാ. നിങ്ങളല്ലേ നാട്ടില് സെറ്റിലായിട്ട് എന്തുട്ട് ചെയ്തിട്ട് ജീവിക്കുന്ന പറഞ്ഞത്? ഏട്ടൻ നാട്ടില് ജോലി നിർത്തി വന്നിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നതാണ് പറഞ്ഞത്. ഈ വക കൃഷി എന്ന് വെച്ചാല് പിന്നെ അത് പറയണില്ല. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ഈ ചെടികളൊക്കെ ഒന്ന് കുഴിച്ചിട്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ എൻ്റെ കഷ്ടപ്പാടും ദുരിതവും നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വല്ല പൂവും കായും ഉണ്ടെന്ന് വെച്ചാൽ പിന്നെയും ഉണ്ട്. ഇതൊന്നുമില്ല, പറ്റില്ല. ആഴം വേണം. ആയിട്ടില്ല. ഇല്ല ഏട്ടാ, ആയിട്ടില്ലേ? എന്തൊരു വെയിറ്റ് ഒക്കെ സാധനം. ഇതിൽ കയറോ? പിന്നെ പൊട്ടിക്കാൻ വേറെ എങ്ങനെ ഇറങ്ങാ? വേറെ ഇറങ്ങൂല. ഏട്ടൻ നട്ട ചെടി എന്ന് പറഞ്ഞാ ഒരെണ്ണം വെച്ചാ ജയ് ഹനുമാൻ.
ശരിക്കല്ല ഇരിക്കുന്ന ചെരിഞ്ഞിട്ട്. നീ വെച്ചാ മതി. അയ്യോ താങ്ങാനുള്ള ശേഷിയില്ല. ഓക്കെ ഹനുമാൻ ചെടി കുഴിച്ചിട്. ഇട്ടെടുക്ക്. വളട്ടെടുക്ക്. നാളെ എപ്പടണ്ട നാളെ ഇന്ന് വെച്ച് ഇന്ന് തന്നെ ഇട്ട് അത് കരിഞ്ഞു പോലേ. നീ പിടിക്കുന്നതൊന്നും എന്നിട്ടാ ചെടിയോ ചെടി നല്ല കായ് നല്ല ഭംഗിയായി. അച്ഛൻ കുളിച്ചിട്ട ചെടിട്ടാ. അച്ഛൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ചെടി കുളിച്ചിട്ട്. പുല്ലല്ല പറഞ്ഞേ. നോക്കട്ടെ അച്ഛന്റെ റിസൾട്ട്. അച്ഛൻ അമ്മ നോക്കാം എന്നിട്ട് വേണം ഇപ്പൊ ഇനി ചോറ് വെക്കണോ വേണ്ടതുള്ള കാര്യം തീരുമാനിക്കാം. ഇല്ല ഇപ്പൊ നിനക്ക് RBC ഷുഗർ എത്രയാ അറിയോ? ഇത് നോർമലാണല്ലോ. ഹീമോഗ്ലോബിൻ എനിക്കറിയാം. എന്തുട്ടേട്ടാ ഷുഗർ എത്ര? ചോറ് വെക്കണ്ട. 177. എസ്ഗോട്ട് തന്നിട്ടാണ് SGPT 70, എസ്ഗോട്ട് 44, ട്രൈഗ്ലിസറൈഡ്സ് 552 ടേട്ടാ. VLDL കൊളസ്ട്രോൾ 116.4. കൊളസ്ട്രോള് അറ്റാക്ക് വരാൻ വേറെ എവിടേക്കും പോണ്ടേ. മതിട്ടാ ചോറ് ക്യാൻസൽ തൊട്ടിട്ട്. ചോറ് വീട്ടിൽ വെക്കില്ല. ചോറ് ഇനി വീട്ടിലില്ല. ചോറില്ല നിർത്തി. ചോറ് നിർത്തി. ഇന്നെന്താ അവിടെ എടുത്ത ശിവന? ഞാൻ പറഞ്ഞില്ലേ ചോറ് കഴിക്കാൻ പാടില്ല. നോക്കിക്കോ നന്നായി നോക്കിക്കോ. ഇരുന്നിട്ട് വന്നേ കുഴി കുഴിക്കേ. റിസൾട്ട് പരിതാപകരാന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആള് മുങ്ങിയിട്ടാ. പിന്നെ അവസാനം ആ വാങ്ങിച്ച എല്ലാ ചെടികളും ഞാൻ തന്നെയാണ് കുഴിച്ചിട്ടത്. മൂപ്പരാൾക്ക് പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് പിറ്റേ ദിവസമുണ്ട്. അപ്പോൾ അത് കാരണം എന്താ പറയുക, മാഷ് ഒരു ദിവസത്തേക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ വന്ന് വണ്ടി ഓടിച്ച് നോക്കിക്കോളാൻ പറഞ്ഞ് തൃപ്രിയാർക്ക് ചെല്ലാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഏനായതുകൊണ്ട് മൂപ്പരാൾ ആ ഒരു എന്താ പറയുക എടുത്ത നമ്മുടെ എന്താ പറയുക എന്താ സാധനത്തിൻ്റെ പറയുക ഇച്ചിരി കൈക്കോട്ട് എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. ചില നേരത്തെ ചില സാധനങ്ങളുടെ പേരൊക്കെ മറന്നു പോകണം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത കാരണമാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ഭയങ്കര ഓർമ്മക്കുറവുണ്ട് കേട്ടോ എനിക്ക് ഈ പറഞ്ഞ പോലെ. മൂന്ന് മാവും തൈകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ മൂന്നും ഞാനൊരു വരിയായിട്ട് നമ്മുടെ വീടിൻ്റെ വടക്കേ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വടക്കിനെയല്ലേ ഇത്, അല്ല തെക്കേ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ തെക്കും വടക്ക് എപ്പോഴും മാറിപ്പോണ ഒരു സംഭവമാണ് കേട്ടോ. പലരും യൂസ് ചെയ്യാത്തൊരു വേർഡാണ് അല്ലേ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. നമ്മുടെ ഇവിടെ അതാണ് കേട്ടോ യൂസ് ചെയ്യുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അത് നമ്മൾ യൂസ് ചെയ്യൽ തന്നെ ഇല്ല കേട്ടോ.
അതേപോലെ നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് പൂഴി മണ്ണാണ് കേട്ടോ. പ്രത്യേകിച്ച് വളം നമ്മൾ ചെയ്ത് കൊടുത്തെങ്കിൽ തന്നെയാണ് അതിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഫലഭൂയിഷ്ടം എന്തോ ആവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. കാരണം ഈ ഒരു എന്താ പറയുക, നമ്മുടെ കടപ്പുറത്തെ മണ്ണിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന വേണം അതിനെ. അല്ലാണ്ട് ആൾ ഇത്തിരി വലുതാവലും കായിടലും പിന്നെ കുറേ മരങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ നിറയെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി കുറേ മാവുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വീണ്ടും മാവും പ്ലാവൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ആളുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഏട്ടൻ പറഞ്ഞു പെട്ടെന്ന് കാലാവണത് എടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിതൊന്നും കഴിക്കാൻ യോഗം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ കാലാവണം പെട്ടെന്നുള്ള ബഡ് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾ ഏട്ടൻ കളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അവിടെ ചരമണ്ണാണ് ലേക്ക് എടുക്കണ കണ്ടത്. നമ്മൾ എക്സ്ട്രാ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് മാത്രമായിട്ട്, 2 റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചരമണ്ണ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ് അത്. വേര് പിടിച്ചതുണ്ട്. ഞാൻ കുളിക്കാം പ്ലീസ്. ഇതിപ്പോ വാങ്ങുന്നുണ്ടായിരുന്നു. ഈ വാങ്ങിച്ച ചെടികളൊക്കെ കുഴിച്ചിട്ടുള്ള സ്ഥലം തപ്പിയിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. കാരണം വെളിച്ചം വേണമല്ലോ. വെളിച്ചം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം വേണം. അല്ലാണ്ട് നമ്മൾ കുഴിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്ന നിൽപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. തീരെ സൂര്യപ്രകാശം ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ പറമ്പ് എന്ന് പറയുന്നത്. അത്രയ്ക്കധികം വലിയ വലിയ വൃക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ലൂബിക്കായ ഉണങ്ങിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ തന്നെയാണ് ഞാൻ പുതിയ ലൂബിക്കായ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. ഇനി എങ്ങനെ ആ പ്രാണി വരാണെങ്കിൽ ഒക്കെ തന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്രയും വലിയ എൻ്റെ ഒരു ലൂബിക്കായാണ് ആ സാധനങ്ങൾ വന്നിരുന്ന് നീര് കുടിച്ചിരുന്നിട്ട് എന്താ പറയുക ഉണക്കി കളഞ്ഞത്. അതിൻ്റെ ഒരു വിഷമം എനിക്ക് ചത്താലും പോവില്ല കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിട്ട് അത് ഓഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ, ബാക്കിയുള്ള ചെടികൾ കുഴിച്ചിരുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേറൊരു വീഡിയോയിൽ നമ്മൾ വാങ്ങിച്ച ചെടികളെല്ലാതും കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്ക് വളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏട്ടൻ പോയതിന് ശേഷമാണ് അത് ഇട്ട് കൊടുക്കണമെങ്കിൽ. കാരണം നന്നായിട്ട് നനയ്ക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം നനച്ചിട്ട് പിറ്റേ ദിവസം നനച്ചില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ അതോടുകൂടി എൻ്റെ ചെടിയുടെ പണിക്കുറ്റം കഴിയും. അപ്പോൾ ഏട്ടൻ പോയതിന് ശേഷം വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ ചെടികളുടെ മാത്രമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷൻ ആകുമ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇക്കൊല്ലം പോവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതൊന്ന് അത്രത്തോളം നടക്കുന്നൊന്നും കാര്യമൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാമല്ലോ അല്ലേ. നമ്മൾ കുറച്ച് തക്കാളിയുടെയും പിന്നെ വേറെ എന്തോ ഒരു തയ്യാണ് കേട്ടോ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആൾ ഭയങ്കര ശോഷിച്ചിട്ടായിരുന്നു. ഇനി ആൾ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം. എന്നാലും കുറച്ചൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. തീരെ ശോഷിച്ച കടയായിട്ടേ അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര ശോഷിച്ചതാണ്. ഞാൻ എടുക്കുമ്പോൾ തന്നെ 1-2 എണ്ണമൊക്കെ പൊട്ടി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അങ്ങനെയുള്ള രീതിയിലാണ്. മണ്ണുത്തിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 5 രൂപയാവുന്നുണ്ട് കേട്ടോ. അത്രയും ഒരു വ്യത്യാസം വരുന്നുണ്ട്. മണ്ണുത്തിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഏട്ടൻ്റെ കീശയിലെ പൈസ കുറച്ചൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എന്നാലും സാരില്ല, നല്ലതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ. നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ നമുക്ക് ചിലവാക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് ഇതിൽ നിന്ന് നമുക്ക് ആദായം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് സന്തോഷങ്ങൾ ഇങ്ങനെയും കണ്ടെത്താലോ. നമ്മൾ വെച്ചുണ്ടാക്കിയൊരു സാധനത്തിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കാണാമെന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഞാനിവിടെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് മറ്റൊരാളിലേക്ക് അത് റെക്കമെൻഡ് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നാളെ ഒരു ദിവസം മാത്രം നമുക്ക് ചിലപ്പോൾ വ്ളോഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് ചാനൽ ചെക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.